റൂബിയിലെ ജ്വല്ലറിയിലെ മോഷണം 8 വിദേശികളെ അറസ്റ്റ് ചെയ്തു. ഉയർന്ന ജീവിത നിലവാരമുള്ള രാജ്യം ഒമാൻ ആഗോളതലത്തിൽ 4ാമത്. കുട്ടികളുടെ പുസ്തകഭാരം കുറയ്ക്കാൻ നടപടിയുമായി വിദ്യാഭ്യാസ മന്ത്രാലയം. നമസ്കാരം, ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. മസ്കറ്റ് റൂവിയിലെ ജ്വല്ലറി മോഷണവുമായി ബന്ധപ്പെട്ട 8 വിദേശികളെ അറസ്റ്റ് ചെയ്തു. ജ്വല്ലറിയിൽ നിന്നും വൻതോതിൽ പണവും ആഭരണങ്ങളും മോഷ്ടിച്ചതിനാണ് 8 വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തത്. അറബ് ഏഷ്യൻ വംശജരാണ് പിടിയിലായത്. മോഷ്ടിച്ച സാധനങ്ങൾ ഇവരിൽ നിന്നും കണ്ടെടുത്തു. നിയമ നടപടികൾ ആരംഭിച്ചതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. മറ്റൊരു സംഭവത്തിൽ തൊഴിൽ താമസ നിയമങ്ങൾ ലംഘിച്ചതിന് അൽക്കാമിൽ അൽ വാഫിൽ നിന്നും 24 വിദേശികളെ അറസ്റ്റ് ചെയ്തു. ഉയർന്ന ജീവിത നിലവാരമുള്ള രാജ്യങ്ങളിൽ ഒമാൻ ആഗോളതലത്തിൽ 4ാം സ്ഥാനത്ത്. പ്രമുഖ ഏജൻസിയായ നംബിയോ ഈയിടെ നടത്തിയ സർവേയിലാണ് ലക്സംബർഗ്, നെതർലാൻഡ്, ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ആദ്യ 4ൽ ഒമാൻ ഇടം പിടിച്ചത്. ഒരു പ്രത്യേക രാജ്യത്തിലോ നഗരത്തിലോ താമസിക്കുന്ന വ്യക്തികളുടെ മൊത്തത്തിലുള്ള ക്ഷേമത്തിനും ജീവിത നിലവാരത്തിനും സംഭാവന നൽകുന്ന വിവിധ ഘടകങ്ങളുടെ സമഗ്രമായ വിലയിരുത്തൽ അടിസ്ഥാനമാക്കിയാണ് സൂചിക തയ്യാറാക്കിയത്. മറ്റു GCC രാജ്യങ്ങളായ ഖത്തർ 17ാം സ്ഥാനത്തും UAE 20ാം സ്ഥാനത്തും സൗദി അറേബ്യ 25ാം സ്ഥാനത്തും കുവൈറ്റ് 37ാം സ്ഥാനത്തുമാണ്. ജീവിത നിലവാര സൂചിക ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള ശേഷി, വ്യക്തിഗത സുരക്ഷ, കാലാവസ്ഥാ സാഹചര്യങ്ങൾ, ജീവിത ചെലവ്, ആരോഗ്യ സുരക്ഷ, ഗതാഗത സൗകര്യങ്ങൾ എന്നിവ പരിഗണിച്ചാണ് സൂചിക തയ്യാറാക്കിയത്. രാത്രിയിൽ ലോകത്തിലെ ഏറ്റവും സുന്ദരമായിരിക്കുന്ന ലോകത്തിലെ 3ാമത്തെ രാജ്യമായി ട്രാവൽ ബാഗ് കമ്പനിയും വിദേശികൾക്ക് ജീവിക്കാൻ ഏറ്റവും അനുയോജ്യമായ രാജ്യമായി എക്സ്പാറ്റ് ഇൻസൈഡർ സർവേയും ഈയിടെ ഒമാനെ തിരഞ്ഞെടുത്തിരുന്നു. വിവിധ അന്തർദേശീയ ഏജൻസികളിൽ നിന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ ഒമാനിൽ ലഭിക്കുന്ന 3ാമത്തെ മികച്ച റാങ്കിംഗ് ആണിത്. ഇത്തരം നേട്ടങ്ങൾ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഏറെ സഹായകരമായിട്ടുണ്ടെന്ന് ഈയിടെ പുറത്തുവന്ന സെൻട്രൽ ബാങ്കിന്റെ സാമ്പത്തിക റിപ്പോർട്ടിൽ പ്രത്യേകം പരാമർശിച്ചിരുന്നു. കുട്ടികളുടെ പുസ്തകഭാരം കുറയ്ക്കാൻ നടപടിയുമായി വിദ്യാഭ്യാസ മന്ത്രാലയം. 1 മുതൽ 4 വരെ ക്ലാസുകളിലെ കുട്ടികൾക്ക് സ്കൂൾ ബാഗുകളുടെ ഭാരം മൂലമുണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാനുള്ള പദ്ധതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഒമാൻ വിദ്യാഭ്യാസ മന്ത്രാലയം. കുട്ടികൾ ഭാരമുള്ള സ്കൂൾ ബാഗുകൾ ചുമക്കുന്നതിന്റെ ഫലമായി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് പഠനത്തിൽ വ്യക്തമായിരുന്നു. നട്ടെല്ലിനടക്കം ക്ഷതമുണ്ടാവാനും കുട്ടികൾ വീഴാനും സാധ്യത കൂടുതലാണ്. ഇത് കുട്ടികളുടെ മാനസികാരോഗ്യത്തെയും പ്രതികൂലമായി ബാധിക്കും. സ്കൂൾ ബാഗുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ ഗുണനിലവാരവും കുട്ടികളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്. മാർക്കറ്റിൽ ലഭിക്കുന്ന സ്കൂൾ ബാഗുകളിൽ പലതും ഭാരം കൂടിയതും കുട്ടികൾക്ക് സൗകര്യപ്രദമല്ലാത്തതും കുട്ടികളുടെ ആരോഗ്യ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതുമാണ്. ബാഗുകൾ നിർമ്മിക്കുന്നത് നല്ല ഗുണനിലവാരമുള്ള വസ്തുക്കൾ കൊണ്ടാവണമെന്നും ഭാരം കുറഞ്ഞവയായിരിക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട്. ബാഗും ബാഗിലെ പുസ്തകങ്ങളും അടക്കം മൊത്തം ഭാരം കുട്ടിയുടെ ഭാരത്തിന്റെ 10% കൂടുതൽ വരാൻ പാടില്ല എന്നതടക്കം നിരവധി നിർദ്ദേശങ്ങളുണ്ട്. എല്ലാ ദിവസവും കുട്ടികൾ സ്കൂളിൽ പുസ്തകങ്ങൾ കൊണ്ടുവരുന്നതിന് പകരം സ്കൂളിൽ കുട്ടികൾക്ക് ലോക്കറുകൾ അനുവദിക്കും. അധ്യാപകർ പരസ്പരം സഹകരിച്ച് ഗൃഹപാഠങ്ങൾ നൽകുകയും ഇലക്ട്രോണിക് പുസ്തകങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം. സൂർ സമുദ്ര കായികമേള ഓഗസ്റ്റ് 18 മുതൽ ആരംഭിക്കും. പൈതൃക ടൂറിസം മന്ത്രാലയവും സൗത്ത് അൽ ഷർക്കിയ ഗവർണറുടെ ഓഫീസും സംയുക്തമായാണ് സൂർ സമുദ്ര കായികമേള സംഘടിപ്പിക്കുന്നത്. വിലായത്തിലെ മോക്ക ബീച്ചിലാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുക. 10 ദിവസം നീളുന്ന മേള ഓഗസ്റ്റ് 28 അവസാനിക്കും. അറബ് ടൂറിസം 2024 തലസ്ഥാനം എന്ന നിലയിൽ സൂറിന്റെ എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ദിവസവും രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 വരെയും വൈകിട്ട് 3 മുതൽ 6 വരെയുമാണ് ഫെസ്റ്റിവൽ. 4 കാറ്റഗറികളിലായി നടക്കുന്ന ഒമാൻ സെയിലിംഗ് ചാമ്പ്യൻഷിപ്പ് ഫെസ്റ്റിവലിന്റെ പ്രധാന ആകർഷണമാണ്. കൈറ്റ് സർഫിംഗ്, തുഴച്ചിൽ മത്സരം, നീന്തൽ മത്സരം തുടങ്ങിയ വിവിധങ്ങളായ കായിക പ്രവർത്തനങ്ങളും മത്സരങ്ങളും ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടക്കും. സലാല ഡാം നിർമ്മാണം പൂർത്തിയാവുന്നു. സലാലയെ വെള്ളപ്പൊക്ക ഭീഷണിയിൽ നിന്ന് സംരക്ഷിക്കാൻ കഴിയുന്ന വാദി അനാർ ഡാമിന്റെ നിർമ്മാണം 81% പൂർത്തിയായി. 23 ദശലക്ഷം റിയാൽ ചെലവിൽ കാർഷിക, മത്സ്യ, ജലവിഭവ മന്ത്രാലയമാണ് ഡാം നിർമ്മിക്കുന്നത്. ഡാമിന് ചുറ്റുമുള്ള 87 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിൽ പെയ്യുന്ന മഴവെള്ളം ഡാമിൽ ശേഖരിക്കാനാവും. ഈ ഡാമിന് 16 ദശലക്ഷം ഘനമീറ്റർ ജലം ഉൾക്കൊള്ളാനുള്ള ശേഷിയുണ്ടാകും. സലാലയിലെ പ്രധാന ഭാഗങ്ങളെ വെള്ളപ്പൊക്ക ഭീഷണിയിൽ നിന്ന് രക്ഷിക്കാനും ചുറ്റുമുള്ള പർവ്വതങ്ങളിൽ നിന്ന് മഴ പെയ്യുമ്പോൾ കുത്തിയൊലിച്ചെത്തുന്ന ജലം സംഭരിച്ചു വെക്കാനും ഡാമിന് കഴിയും. മഴ പെയ്യുമ്പോൾ ഒഴുകിയെത്തുന്ന വെള്ളം സലാല തുറമുഖത്തെയും റേസൂട്ട് വ്യവസായ മേഖലയെയും പ്രതികൂലമായി ബാധിക്കാറുണ്ട്. കഴിഞ്ഞ മഴക്കാലത്ത് വൻ നാശനഷ്ടമാണ് വെള്ളപ്പൊക്കം മൂലമുണ്ടായത്. ഭാവിയിൽ ഇത്തരം പ്രയാസങ്ങൾ ഒഴിവാക്കാൻ ഈ ഡാമിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കഴിയും. ഇതോടെ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഒമാനിലെ ആദ്യത്തെ ധനവിനിമയ സ്ഥാപനം. Bring home your exchange.
100 years of tradition. We exchange trust. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.